ഹലോ എവ്രി വൺ, വെൽക്കം ടു ടെക് പി എസ് സി. ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷയുടെ വിജ്ഞാപനം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ കെമിസ്ട്രി ഭാഗം നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ട് നമ്മൾ കെമിസ്ട്രിയുടെ പ്രിപ്പറേഷനെ പറ്റി പറയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കെമിസ്ട്രി ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. കാരണം 100 മാർക്കിനാണ് ഈ ഒരു പരീക്ഷയുടെ OMR എക്സാം വരുന്നത്. അപ്പോൾ ആ 100 മാർക്കിൽ 30 മാർക്കും നിങ്ങൾക്ക് ലഭിക്കുക കെമിസ്ട്രി എന്ന് പറയുന്ന ഒറ്റ ടോപ്പിക്കിൽ നിന്നായിരിക്കും. കെമിസ്ട്രി സബ്ജക്റ്റിൽ നിന്നാണ് 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത്. അതുപോലെ തന്നെ 30 മാർക്ക് ഫിസിക്സിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചേർക്കുമ്പോൾ തന്നെ 60 മാർക്കായി, ആകെ 2 സബ്ജക്ട് ചേർക്കുമ്പോൾ. അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഫിസിക്സ് കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റുകൾ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ കെമിസ്ട്രി ടോപ്പിക് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു കെമിസ്ട്രി സബ്ജക്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആകെ 30 മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു സിലബസിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളത്, സിലബസിനെ പറ്റി കാര്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും സിലബസിനെ പറ്റിയും എത്രയാണ് അതിൽ നിന്ന് ചോദിക്കാവുന്ന അതിന്റെ വെയിറ്റേജ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ഒരു പരീക്ഷയുടെ ഒഫീഷ്യൽ സിലബസ് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ടെന്റേറ്റീവ് സിലബസ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ആ ടെന്റേറ്റീവ് സിലബസിൽ നമുക്ക് ഉള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ഡിഗ്രി ലെവൽ എക്സാം ആണ്. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ ടെക്സ്റ്റുകളും മറ്റും റെഫറൻസ് ബുക്കുകളും മറ്റും റെഫർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പല സബ് ടോപ്പിക്സ് ഉണ്ട്. സോളിഡ് സ്റ്റേറ്റ്, അപ്പൊ സോളിഡ് സ്റ്റേറ്റിൽ തന്നെ ക്രിസ്റ്റലൈൻ അമോർഫസ് അതുപോലെയുള്ള കാര്യങ്ങൾ, എക്സ്റേ ഡിഫ്രാക്ഷൻ പോലുള്ള കാര്യങ്ങൾ, ബ്രാഗ്സ് ഇക്വേഷൻ, അതുപോലെ ലിക്വിഡ് സ്റ്റേറ്റിൽ വേപ്പർ പ്രഷർ, സർഫസ് ടെൻഷൻ പോലുള്ള കാര്യങ്ങൾ, ഗേഷ്യസ് സ്റ്റേറ്റ്, അതിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വരുന്നുണ്ട് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ മൊഡ്യൂളില്. അപ്പൊ ഈ മൊഡ്യൂളിൽ നിന്നും 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്നും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ മൊഡ്യൂൾ സൊല്യൂഷൻ ആണ്. അപ്പൊ സൊല്യൂഷനും ഇതുപോലെ 3 മാർക്കിനാണ്. അവിടെ പല കോൺസെൻട്രേഷൻ ടേംസ്, അതൊക്കെ നമുക്ക് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള ചില കോൺസെൻട്രേഷൻ ടേംസ്, ബ്രോഡ്സ് ലോ, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് തുടങ്ങിയ കാര്യങ്ങളാണ്. അതിനുശേഷം ഇലക്ട്രോ കെമിസ്ട്രി, അതിൽ സ്പെസിഫിക് ഇക്വലൻസ് ആൻഡ് മോളാർ കണ്ടക്ടൻസ് ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് വരുന്നുണ്ട്. അതുപോലെ റഫറൻസ് ഇലക്ട്രോഡുകൾ, അഥവാ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുകൾ, SHE, കലോമൽ ഇലക്ട്രോഡ് തുടങ്ങിയ കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം ഇലക്ട്രോ കെമിസ്ട്രിയിൽ വരുന്നുണ്ട്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് 2 മാർക്കിനാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ മൊഡ്യൂളുകളെല്ലാം നമ്മൾ നോക്കുമ്പോൾ ചില മൊഡ്യൂളുകൾ, ഇപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനെ പറ്റി അധികം ഒരു ബേസിക്സ് ഇല്ലാത്തവര്, ഞാൻ പറയുന്ന കാര്യം NCERTയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അത് സൊല്യൂഷൻസിൽ വരുന്ന ഈ എല്ലാ പോയിന്റ്സും, അതുപോലെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ വരുന്ന ചില പോയിന്റ്സ്, നേൺസ്റ്റ് ഇക്വേഷൻ, കലോമൽ ഇലക്ട്രോഡ്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, റഫറൻസ് ഇലക്ട്രോഡ്, ഇലക്ട്രോളിറ്റിക് ആൻഡ് ഗാൽവാനിക് സെൽസ്, ഇതെല്ലാം +2 ടോപ്പിക്സിൽ കവർ ചെയ്യുന്നതാണ്. സോളിഡ് സ്റ്റേറ്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, എക്സ്റേ ഡിഫ്രാക്ഷൻ, ബ്രാഗ്സ് ഇക്വേഷൻ, ഇതെല്ലാം NCERT കെമിസ്ട്രി പോർഷനിൽ നിന്നും എടുത്തു മാറ്റിയിട്ടുള്ളതായിരുന്നു. പക്ഷെ ലിക്വിഡ് സ്റ്റേറ്റിൽ വേപ്പർ പ്രഷർ, സർഫസ് ടെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ എടുത്തു മാറ്റി. അതുപോലെ ഗേഷ്യസ് സ്റ്റേറ്റിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ തുടങ്ങിയ കാര്യങ്ങൾ, കൈനറ്റിക് തിയറി, അതും എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, RMS, ആവറേജ്, മോസ്റ്റ് പ്രോബബിൾ വാല്യൂസ് തുടങ്ങിയ കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ NCERTയിൽ ചില ടോപ്പിക്സ് നമുക്ക് ബേസിക്സ് തൊട്ട് പഠിച്ചു തുടങ്ങാം. അങ്ങനെയുള്ളവര് NCERTയിൽ നിന്ന് തന്നെ ആ ബേസിക്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസിലെ ഇനോർഗാനിക് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ക്വാളിറ്റേറ്റീവ് അനാലിസിസും അതുപോലെ തന്നെയാണ്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ് ഒരു സോൾട്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, അവിടെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക് കോമൺ അയോൺ ഇഫക്റ്റും സോലുബിലിറ്റി പ്രൊഡക്റ്റുമാണ്. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നമുക്ക് അസിഡിമെട്രി, ആൽക്കലിമെട്രി മാത്രമാണ് ഉള്ളത്. ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ, അതുപോലെ ഗ്രാവിമെട്രി നമുക്കുണ്ട്, ക്രൊമാറ്റോഗ്രഫി നമുക്കുണ്ട്. ക്രൊമാറ്റോഗ്രഫിയിലെ പല ടൈപ്സ് ഓഫ് ക്രൊമാറ്റോഗ്രഫി നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ
ഇനോർഗാനിക് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് അതിലെ കോമൺ ഓൺ ഇഫക്റ്റ് ഇതെല്ലാം ബേസിക്സിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങണം. ഗ്രാവിമെട്രി നമുക്ക് +1 +2 പഠിക്കാനില്ല, അത് പൂർണ്ണമായിട്ടും ഒരു ഡിഗ്രി ലെവൽ ടോപ്പിക് ആണ്. ക്രൊമാറ്റോഗ്രഫിയിലെ ചില പോയിന്റ്സും അല്ലെങ്കിൽ ചില സബ് ടോപ്പിക്കുകളും ഡിഗ്രി ലെവൽ ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്, അത് നമ്മൾ അവിടെ പഠിക്കുള്ളൂ. അപ്പോൾ ആ റെഫറൻസ് ബുക്കുകൾ എടുത്താൽ മാത്രമേ അത് നമുക്ക് കിട്ടുള്ളൂ. അതിന്റെ ബേസിക്സ് NCERT അവൈലബിൾ അല്ല. അതുപോലെ പോളിമേഴ്സും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം NCERT നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. മുൻപ് പഴയ NCERT ഓൾഡ് NCERT നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ബേസിക്സ് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. എന്നാലും റെഫറൻസ് ബുക്കുകൾ നമ്മൾ പരിശോധിച്ച് ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബേസിക്സ് പഠിക്കാനായിട്ട് ഓൾഡ് NCERT അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. ന്യൂ NCERTയിൽ പോളിമേഴ്സ് അവൈലബിൾ അല്ല. അതുപോലെ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് ആ ഒരു ടോപ്പിക്കും വരുന്ന NCERTയിലുള്ള ഭാഗങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മാർക്സ് പരിശോധിക്കുകയാണെങ്കിൽ അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ്, പോളിമേഴ്സ്, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് ഇതെല്ലാം 3 മാർക്കിന് വീതമാണ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത് എന്നും മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ 2 മാർക്കിന് വരുന്ന അടുത്ത ടോപ്പിക് ആണ് ഫ്യൂവൽസ്, പ്രൊപ്പല്ലൻസ് ആൻഡ് എക്സ്പ്ലോസീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്. അവിടെ ഫ്യൂവൽസ്, അതിന്റെ കലോറിഫിക് വാല്യൂ തുടങ്ങിയ കാര്യങ്ങൾ അത് പൂർണ്ണമായിട്ടും തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതുപോലെ പ്രൊപ്പല്ലൻസ്, എക്സ്പ്ലോസീവ് കോമ്പൗണ്ട്സ് തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ TNT, TNG, യൂറിയ നൈട്രേറ്റ്, ഹൈഡ്രജൻ ഡെറിവേറ്റീവ്സ് പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അതിനുശേഷം നാനോ മെറ്റീരിയൽസ് നമ്മൾ നോക്കുക. അപ്പൊ നാനോ മെറ്റീരിയൽസ് നോക്കുന്ന സമയത്ത് 3 മാർക്കിനാണ് അവിടുന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത്. അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ പ്രിപ്പറേഷൻ ടോപ്പ് ഡൗണും ബോട്ടം അപ്പ് അപ്രോച്ചുകൾ, 2 അപ്രോച്ചുകൾ. അടുത്ത കാർബൺ നാനോ ട്യൂബ്സ്, ഫുള്ളറീൻസ് തുടങ്ങിയ കാര്യങ്ങൾ. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് നാനോ പാർട്ടിക്കിൾസ്, ഒപ്റ്റിക്കൽ, മാഗ്നറ്റിക് ആൻഡ് കാറ്റലിറ്റിക്. ഇത് മുഴുവനായിട്ടും NCERTയിൽ അവൈലബിൾ അല്ലായിരുന്നു, എന്നാലും ചില ടോപ്പിക്കുകൾ ഓൾഡ് NCERT അവൈലബിൾ ആണ്. അപ്പോൾ ബേസിക്സ് വേണമെന്നുള്ളവർ ഓൾഡ് NCERT അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതെല്ലാം വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് സ്പെക്ട്രോസ്കോപ്പി ആണ്. സ്പെക്ട്രോസ്കോപ്പി നമുക്ക് പല ടൈപ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി, അതായത് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, IR സ്പെക്ട്രോസ്കോപ്പി, NMR സ്പെക്ട്രോസ്കോപ്പി ആൻഡ് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഇത്രയും നമുക്ക് സ്പെക്ട്രോസ്കോപ്പിയിൽ വരുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, കാരണം 4 മാർക്കാണ് സ്പെക്ട്രോസ്കോപ്പിയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഈ സ്പെക്ട്രോസ്കോപ്പി പൂർണ്ണമായിട്ടും ഡിഗ്രി ലെവലിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ആണ്. ഓക്കെ, അതിനുശേഷം എൻവയോൺമെന്റൽ കെമിസ്ട്രി ആണ്. അവിടെ എയർ പൊല്യൂഷൻ, കോമ്പോസിഷൻ ഓഫ് എയർ, കോസ് ഓഫ് എയർ പൊല്യൂഷൻ, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് സൾഫർ, CFC തുടങ്ങിയ കാര്യങ്ങൾ 4 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു മൊഡ്യൂള് അത് ശ്രദ്ധിക്കുക. അതിൽ കുറച്ച് ടോപ്പിക്കുകളെ പഠിക്കാനുള്ളെങ്കിൽ പോലും 4 മാർക്കിന്റെ വെയിറ്റേജിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സിലബസിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഒഫീഷ്യൽ സിലബസ് ഇത് ഒരു ടെന്റേറ്റീവ് സിലബസ് ആണ്. ഒഫീഷ്യൽ സിലബസ് വരുമ്പോൾ ഇതിൽ നിന്നും വലിയ മാറ്റം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതിൽ ഒന്നാമത്തത് ഫിസിക്കൽ കെമിസ്ട്രി ടോപ്പിക്സിന് വേണ്ടിയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി ബൈ AK കപൂർ, അതുപോലെ ഫിസിക്കൽ കെമിസ്ട്രി ബൈ M ഗോർഡൻ ബോറോ, അതായത് മെക്ഗ്രോഹിലിന്റെ ബുക്കുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിസിക്കൽ കെമിസ്ട്രി ബുക്കുകൾ നമുക്ക് അത് റെഫർ ചെയ്യുന്നത് വഴി നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, സൊല്യൂഷൻ, അതുപോലെ ഇലക്ട്രോ കെമിസ്ട്രി, കൈനറ്റിക്സ്, സ്പെക്ട്രോസ്കോപ്പി പോലുള്ള ടോപ്പിക്സുകൾ നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രി ഈ റെഫറൻസ് ബുക്കുകൾ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഇനോർഗാനിക് കെമിസ്ട്രി ആണ്. ഇനോർഗാനിക് കെമിസ്ട്രിക്കായിട്ട് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന, വളരെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു റെഫറൻസ് മെറ്റീരിയൽ ആണ് കൺസൈസ് ഇനോർഗാനിക് കെമിസ്ട്രി ബൈ JD ലീ. ഓക്കെ, വളരെ നല്ലൊരു റെഫറൻസ് ആണ് JD ലീയുടെ കൺസൈസ് ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് വഴി, പഠിക്കുന്നത് വഴി നമുക്ക് ക്രിസ്റ്റൽ സ്ട്രക്ചർ, അതുപോലെ ഇലക്ട്രോ കെമിസ്ട്രി, നാനോ മെറ്റീരിയൽസ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി നമുക്കൊരു ഐഡിയ ലഭിക്കും. അതിനുശേഷം ഓർഗാനിക് കെമിസ്ട്രിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഏറ്റവും നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു റെഫറൻസ് ആണ് ക്ലീഡന്റെ ഓർഗാനിക് കെമിസ്ട്രി ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് വളരെ നല്ലൊരു റെഫറൻസ് മെറ്റീരിയൽ ആണ്. അപ്പൊ ഈ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് ഒരുപാട് ഓർഗാനിക് റിയാക്ഷൻസോ നെയിമിംഗ് റിയാക്ഷൻസോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പഠിക്കാനില്ല. നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ വളരെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക് മാത്രമേ നമ്മുടെ ടെന്റേറ്റീവ് സിലബസിലുള്ളൂ. അതായത് ഫ്യൂവൽസ്, പോളിമേഴ്സ്, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ നിന്ന് കവർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അടുത്തത് അനാലിറ്റിക്കൽ കെമിസ്ട്രി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ്. അപ്പോൾ അനാലിറ്റിക്കൽ കെമിസ്ട്രി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിലാണ് നമ്മൾ ഈ ക്രൊമാറ്റോഗ്രഫി ആൻഡ് റിലേറ്റഡ് ടോപ്പിക്, ആസിഡോമെട്രി, ആൽക്കലിമെട്രി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെയാണ് പഠിക്കുക. ഓക്കെ, ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഇതെല്ലാം നമ്മൾ അവിടെയാണ് പഠിക്കുക.
ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വോഗൽസ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഇനോർഗാനിക് അനാലിസിസ് ബൈ AI വോഗൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത എൻവയോൺമെന്റൽ കെമിസ്ട്രി ആണ്. ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു മോഡ്യൂൾ 4 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള ആ ഒരു മോഡ്യൂളിലാണ് നമുക്ക് പൊല്യൂഷൻ, ഡിസാസ്റ്റേഴ്സ്, അതുപോലെ BOD, COD തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ടോപ്പിക് നമുക്ക് എൻവയോൺമെന്റൽ കെമിസ്ട്രി ബൈ SK ബാനർജി എന്ന റെഫറൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് ആ ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും നേരം ഞാനിവിടെ ഡിസ്കസ് ചെയ്തത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റഫറൻസ് മെറ്റീരിയൽസ് ആണ്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായും എക്സാം പാറ്റേൺ മനസ്സിലാക്കിയിരിക്കുക, വെയിറ്റേജ് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എക്സാം പാറ്റേൺ നമുക്കറിയാം, അതിൽ കെമിസ്ട്രിയുടെ വെയിറ്റേജും നമ്മളിപ്പോൾ അറിഞ്ഞു. കെമിസ്ട്രി വളരെ വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. 30 മാർക്കാണ് 100-ല്. 30 മാർക്കും നമുക്ക് കെമിസ്ട്രിയിൽ നിന്നാണ് ലഭിക്കുന്നത്. 100 മാർക്കിന്റെ OMR എക്സാം ആണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. അതിനുശേഷം മേക്ക് എ സ്റ്റഡി ടൈം ടേബിൾ. നമുക്ക് കൃത്യമായിട്ടൊരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുക. അപ്പൊ സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ഇന്ന ദിവസം ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ എന്നല്ല ഉദ്ദേശിക്കുന്നത്. കാരണം അതിൽ പല വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതുപോലെ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നവർ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇത്ര മുതൽ ഇത്ര വരെ ഒരു സമയം കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റഡി ഗോൾ ആണ്. ഈ ടോപ്പിക് ഇന്ന ദിവസം പഠിച്ചു തീർക്കും, അത് ഇന്ന ദിവസം എപ്പോ വേണോ പഠിച്ചു തീർക്കാം, ഓക്കെ എന്നൊരു സ്റ്റഡി ടൈം ടേബിൾ കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനറിൽ കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു സിലബസ് നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫോക്കസ് ഓൺ ബേസിക് ഫസ്റ്റ്. അപ്പൊ ബേസിക് ടോപ്പിക്കുകൾ ആദ്യം തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇത് ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ്. ചില ടോപ്പിക്സ് എങ്കിലും കുറച്ച് ഹയർ ലെവൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. അല്ലാതെ ഉള്ള പ്യുവർ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഉണ്ടെങ്കിൽ പോലും ചില ഇപ്പോൾ സ്പെക്ട്രോസ്കോപ്പി അതുപോലുള്ള ടോപ്പിക്കുകളെല്ലാം അത് കെമിസ്ട്രി മെയിൻ ആയിട്ട് പഠിക്കാത്ത, അല്ലെങ്കിൽ കെമിസ്ട്രി ഒരു സബായിട്ട് ഡിഗ്രി ലെവലിൽ പഠിക്കാത്ത ഒരാളുടെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ടോപ്പിക്സുകളിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ബേസിക്സിൽ നിന്നും തന്നെ തുടങ്ങുക. അതിന് മറ്റൊരു വഴിയുമില്ല. നമ്മൾ ഏറ്റവും NCERT ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്ത് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രാക്ടീസ് പ്രീവിയസ് പേപ്പേഴ്സ് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്തിരിക്കണം. പ്രീവിയസ് പേപ്പേഴ്സിന്റെ സൊല്യൂഷൻസ്, അതിന്റെ ഡിസ്കഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഈ TechPSCയുടെ ചാനലിൽ തന്നെ ധാരാളമായിട്ട് അവൈലബിൾ ആണ്. അതുപോലെ റിവൈസ് റെഗുലർലി. നമ്മൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യണം. ഇന്ന് പഠിച്ച ടോപ്പിക്കുകൾ നാളെ റിവൈസ് ചെയ്യണം, അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് റിവൈസ് ചെയ്യണം. അങ്ങനെ കൃത്യമായിട്ടുള്ള പീരിയോഡിക്കലി എന്ന് നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് ഇന്ന് പഠിച്ച ടോപ്പിക്ക് നമുക്ക് എന്ന് റിവൈസ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം നാളെ എന്തായാലും റിവൈസ് ചെയ്യണം, അതിനുശേഷം ഒരാഴ്ച, അതിനുശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം പിന്നെ 1 മാസം. അങ്ങനെ നമ്മൾ ഈ റിവൈസ് ചെയ്യുന്നതിന്റെ ഗ്യാപ്പ് കൂട്ടി വന്നാൽ കൃത്യമായിട്ട് ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. യൂസ് സ്റ്റാൻഡേർഡ് റെഫറൻസ് ബുക്സ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെഫറൻസ് ബുക്കുകൾ ഉപയോഗിക്കുക. അറ്റംപ്റ്റ്സ് മോക്ക് ടെസ്റ്റുകൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. ഇംപ്രൂവ് കാൽക്കുലേഷൻ സ്പീഡ്. അപ്പൊ നമ്മൾ ഗ്രാവമെട്രി അതുപോലുള്ള ചില ടോപ്പിക്കുകൾ, കെമിസ്ട്രിയിൽ തന്നെ ചില ടോപ്പിക്കുകൾ എടുക്കുന്ന സമയത്ത് അതിൽ ധാരാളമായിട്ട് കാൽക്കുലേഷൻ വരുന്ന ഒരു പാർട്ട് ഉണ്ട്. കോൺസെൻട്രേഷൻ ടേംസിൽ ധാരാളമായിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാനൊക്കെ ആയിട്ട് വരും. അപ്പൊ ഇത്തരത്തിലുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് കാൽക്കുലേഷൻ സ്പീഡ് നമുക്ക് വേണം. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേഷൻ ആ ഒരു സമയബന്ധിതമായിട്ട് നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് പറ്റുള്ളൂ. മാത്രവുമല്ല, എങ്ങനെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യണം. കാരണം ഉത്തരങ്ങൾ നമുക്ക് ഓപ്ഷനായിട്ട് നേരത്തെ തന്നിരിക്കും. അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ മുഴുവനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഒരുപക്ഷെ വരില്ല. അപ്പൊ എങ്ങനെ സയന്റിഫിക് ആയിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം, സയന്റിഫിക് ആയിട്ട് നമുക്ക് ഗസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള അപ്രോക്സിമേഷൻസ്, അത്തരത്തിലുള്ള കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഗസിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ സ്റ്റാൻഡേർഡ് റെഫറൻസ് ബുക്ക് നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുപാട് റെഫറൻസ് ബുക്കുകൾ നമ്മൾ പറഞ്ഞു. എല്ലാ റെഫറൻസ് മെറ്റീരിയൽസും അത്യാവശ്യം വലിയ ബുക്കുകളാണ്. ഈ ബുക്കുകളിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ സിലബസിൽ നിന്ന് ആ ഒരു ആവശ്യമുള്ള ഭാഗം കണ്ടെത്തി അത് മനസ്സിലാക്കി, അപ്പോൾ വാട്ട് ടു സ്റ്റഡി, വാട്ട് നോട്ട് ടു സ്റ്റഡി തുടങ്ങിയ കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ റെഫറൻസ് എടുത്ത് എല്ലാം വാരി വലിച്ച് പഠിക്കുക എന്നതിനേക്കാൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം സോർട്ട് ഔട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിലബസ് കവർ ചെയ്യുകയാണ് ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം പ്രോപ്പർ റിവിഷനും പ്രോപ്പർ ക്വസ്റ്റ്യൻ പ്രാക്ടീസും മോക്ക് ടെസ്റ്റ് സീരീസും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള സാധ്യത തീർച്ചയായിട്ടും കൂടുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം.
സോ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ അറിയിക്കുകയാണ്. ടെക് പി എസ് സി ഈ ഒരു ലീഗൽ മെട്രോളജി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെക് പി എസ് സി ഒരു തീവ്ര പരിശീലന ഓൺലൈൻ ക്രാഷ് കോഴ്സ് ബാച്ചിന്റെ ലോങ് ടേം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. സോ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ അറിയിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്.